മധ്യ കേരളത്തിൽ നിന്ന് സൈഫുനിസ അലിയാറാണ് നമ്മോടൊപ്പം ചേരുന്നത്. സൈഫുനിസ, ഗുഡ് മോർണിംഗ്. സൈഫുനിസ, നമ്മളെ ഈ കാക്കനാട് നിന്ന് ഇന്നലെ വൈകുന്നേരം വളരെ ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് പുറത്തു വന്നത്. ഈ കസ്റ്റംസ് ക്വാർട്ടേഴ്സിൽ അഡീഷണൽ കമ്മീഷണറെ കുടുംബത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു അല്ലേ? അപ്പോൾ വീട്ടിൽ നിന്നൊരു കുറിപ്പ് കണ്ടെത്തി. അപ്പോൾ ഇത് ഹിന്ദിയിലാണ്. അപ്പോൾ അതിൽ മരണകാരണമില്ല എന്നും നമ്മൾ അറിയുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിലെ കൂടുതൽ ഡീറ്റെയിൽസ്? ഇപ്പോൾ പോലീസ് അന്വേഷണമൊക്കെ ഏത് വിധേന പോകുകയാണ്? അത് ആത്മഹത്യയാണോ അതോ എന്താണ് അതിൽ കൂടുതൽ കാര്യങ്ങൾ? വെങ്കടി, ഇക്കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും വ്യക്തത വരേണ്ടതുണ്ട്. പോലീസും അക്കാര്യം മരണ കാരണം ആത്മഹത്യയാണ് എന്നുള്ളത് സ്ഥിരീകരിക്കുന്നൊന്നുമില്ല. പക്ഷേ എല്ലാ സാഹചര്യ തെളിവുകളും അടിസ്ഥാനമാക്കി ആത്മഹത്യക്കുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. വീട്ടിൽ നിന്ന് ഒരു കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ ആത്മഹത്യയാണ് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു കുറിപ്പല്ല കിട്ടിയത്. വിദേശത്തുള്ള സഹോദരിയെ വിവരം അറിയിക്കണമെന്ന കാര്യം മാത്രമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളൊന്നും വ്യക്തമാക്കാതെയാണ് കുറിപ്പുള്ളത്. ഹിന്ദിയിലാണ് കുറിപ്പുള്ളത്. മറ്റു രേഖകളെല്ലാം പോലീസ് ഇന്ന് വിശദമായി പരിശോധിക്കും. കാരണം ഇന്നലെ ഇവിടെ 3 മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നു. അത് പ്രാഥമിക പരിശോധന നടത്തി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുക എന്നുള്ളതായിരുന്നു പോലീസിൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു ദൗത്യം. അത് ഇന്നലെ രാത്രി ഒരു 1:30 കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഈ 3 മൃതദേഹങ്ങളും കസ്റ്റംസ് അഡീഷണൽ കമ്മീഷണർ മനീഷ് വിജയ്, ഒപ്പം തന്നെ സഹോദരി ശാലിനി, അവരുടെ അമ്മയുടെ മൃതദേഹം, ഈ 3 മൃതദേഹങ്ങളും ഇവിടെ നിന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഇന്ന് ഈ വീട് വിശദമായ പരിശോധന നടത്തും. ഇപ്പോൾ പോലീസ് വീട് സീൽ ചെയ്തിരിക്കുകയാണ്. വിശദമായ പരിശോധന ഇന്നായിരിക്കും ഉണ്ടാവുക. പക്ഷേ പ്രാഥമികമായുള്ള പരിശോധനയിൽ ഈ ആത്മഹത്യക്കുള്ള സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലാണ് പോലീസ് പറയുന്നത്. ഒപ്പം തന്നെ വീടിൻ്റെ പിൻവശത്ത്, അതായത് അടുക്കളയോട് ചേർന്ന ഭാഗത്ത് നിന്ന് കുറച്ച് പേപ്പറുകൾ കത്തിച്ച നിലയിലും കണ്ടെത്തിയിട്ടുണ്ട്. അത് രേഖകളാണോ എന്ന് വ്യക്തമല്ല. പേപ്പറുകളാണ് കത്തിച്ചിട്ടുള്ളത്. എന്ത് പേപ്പറുകളാണ് എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് പോലീസിന് ഇനി വിശദമായി പരിശോധിച്ചാലേ മനസ്സിലാവുകയുള്ളൂ. ഫോറൻസിക് ഉദ്യോഗസ്ഥരടക്കം ഇന്നും സ്ഥലത്തെത്തും. പ്രാഥമിക പരിശോധന നടത്തിയ ശേഷം ഇന്നലെ ഫോറൻസിക് ഉദ്യോഗസ്ഥർ ഇവിടുന്ന് മടങ്ങിയിരുന്നു. കാരണം ഈ ഡോറ് അകത്തുനിന്ന് ലോക്ക് ചെയ്ത നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ വാതിൽ ചവിട്ടി തുറക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. മുകളിലും താഴെയും ലോക്ക് ഇട്ടിരിക്കുകയായിരുന്നു. ഇന്നലെ വൈകിട്ട് 6:30 ഈ മനീഷ് വിജയെ തേടി കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഈ വീടിൻ്റെ പരിസരത്തെത്തിയത്. ദുർഗന്ധം വമിച്ചതിനെ തുടർന്നാണ് ഇവർ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തത്. പോലീസ് എത്തിയാണ് വാതിൽ തുറന്നത്. പക്ഷേ പോലീസ് എത്തി ഏകദേശം 2 മണിക്കൂറോളം കഴിഞ്ഞ ശേഷമാണ് 2-3 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് വാതിൽ തുറക്കുന്നത്. കാരണം മറ്റു ഉദ്യോഗസ്ഥരും ഫോറൻസിക് സയൻറ്റിഫിക് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ എത്തിയ ശേഷം തുറക്കാമെന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ വൈകിയത്. പ്രത്യേകിച്ച് കസ്റ്റംസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ മരണം ആത്മഹത്യയാണെന്ന് പ്രഥമദൃഷ്ട്യാ തോന്നുമെങ്കിൽ പോലും അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് ആദ്യം തന്നെ എത്തേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് പോലീസ് കൃത്യമായ കൂടിയാലോചനകൾക്ക് ശേഷം വീട് പിന്നീട് തുറന്ന് പരിശോധിക്കാമെന്ന് തീരുമാനിച്ചത്. ആദ്യം 2 പേരുടെ മരണമായിരുന്നു സ്ഥിരീകരിച്ചത്. അതായത് ഈ കസ്റ്റംസ് അഡീഷണൽ കമ്മീഷണർ മനീഷ് വിജയുടെയും ഒപ്പം തന്നെ ശാലിനിയുടെയും മൃതദേഹം വീടിൻ്റെ പുറത്തുനിന്ന് ജനലിലൂടെ നോക്കുമ്പോൾ കാണുന്ന അവസ്ഥയിലായിരുന്നു. പക്ഷേ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു. പക്ഷേ അമ്മയുടെ മൃതദേഹം കണ്ടെത്താനായിരുന്നില്ല. ഇവർ പ്രായമായ ഒരു അമ്മയോടൊപ്പമാണ് താമസിക്കുന്നത്. 80 വയസ്സോളം പ്രായമുണ്ടെന്ന് സമീപവാസികളും ഒപ്പം തന്നെ കൂടെ വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകരും എല്ലാം തന്നെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് വാതിൽ തുറന്ന് പരിശോധിച്ചപ്പോഴാണ് സഹോദരി തൂങ്ങി മരിച്ചു കിടക്കുന്ന മുറിക്കകത്തു നിന്ന് തന്നെ അമ്മയുടെ മൃതദേഹം കണ്ടെത്തിയത്. അമ്മയുടെ മൃതദേഹം കട്ടിലിൽ കിടക്കുന്ന നിലയിലായിരുന്നു. ഷീറ്റിട്ട് പുതച്ച നിലയിലായിരുന്നു. അതിന് മുകളിൽ പൂക്കൾ വിതറിയിട്ടുണ്ട്. ഇവരുടെ കുടുംബ ഫോട്ടോ സമീപത്തായി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അമ്മ മരിച്ച വിഷമത്തിൽ ആത്മഹത്യ ചെയ്തതാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അമ്മയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തതാണോ എന്നുള്ള കാര്യങ്ങളൊന്നും വ്യക്തമല്ല. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ അതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ ഈ ഒരാഴ്ചയായി ലീവിലായിരുന്നു മനീഷ് വിജയ്. കഴിഞ്ഞ ആഴ്ച മുഴുവൻ ലീവിലായിരുന്നു. നാട്ടിൽ പോകണം, സഹോദരിയുടെ ഒരു UPSC കേസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നാട്ടിൽ പോകണമെന്ന് ഉദ്യോഗസ്ഥരെയൊക്കെ അറിയിച്ചിരുന്നത്. എന്നാൽ ഇവർ നാട്ടിൽ പോവുകയും ചെയ്തില്ല. ദിവസങ്ങൾക്ക് ശേഷം അഴുകിയ നിലയിൽ മൃതദേഹം വീട്ടിൽ നിന്ന് കാണുകയും ചെയ്തതിലാണ് പോലീസിന് അസ്വാഭാവികത ഉള്ളത്. എന്തുകൊണ്ടാണ് ഇവർ ഈ യാത്ര തീരുമാനിച്ചിട്ട് അത് മാറ്റിവെച്ചത്? അതല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ ഓഫീസിലുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനായി പറഞ്ഞതാണോ ഇങ്ങനെ യാത്ര പോകുന്നു എന്നുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. ഈ കഴിഞ്ഞ ദിവസം, അതായത് ഈ തിങ്കളാഴ്ചയോട് കൂടി തിരിച്ച് ജോലിയിൽ കയറേണ്ടതായിരുന്നു. തിങ്കളാഴ്ച ഓഫീസിൽ വന്നില്ല. തുടർന്ന് കൂടെയുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ഡെലിവർ ആയില്ല. ചൊവ്വാഴ്ചയും കാണാതായപ്പോൾ ഇവർ
ഫോണിൽ വിളിച്ചു നോക്കി. അപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ചിലപ്പോൾ മടങ്ങിയെത്തിയിട്ടുണ്ടാകില്ല എന്നൊരു നിഗമനത്തിലേക്ക് ഇവർ എത്തി. പക്ഷേ ബുധനാഴ്ച വിളിച്ചപ്പോഴും ഫോൺ സ്വിച്ച് ഓഫ് എന്ന നിലയിലേക്ക് എത്തി. പിന്നെയാണ് ഇന്നലെ ഇവിടെ എത്തി ഈ വീടിന് സമീപത്തെത്തി പരിശോധിക്കാമെന്ന് തീരുമാനിച്ചത്. ഇവിടെ ഒരു കസ്റ്റംസിൻ്റെ ക്വാർട്ടേഴ്സാണിത്. ഇവിടെ സമീപത്തൊക്കെയുള്ള വീടുകളും കസ്റ്റംസ് ക്വാർട്ടേഴ്സാണ്. നേരെ എതിർവശത്തൊക്കെ ഉള്ളത് ഈ നാട്ടുകാരുടെ താമസ സ്ഥലങ്ങളൊക്കെയാണ്. ഇവർ ഈ ജാർഖണ്ഡ് സ്വദേശികളായതുകൊണ്ടും ഭാഷാപരമായ തടസ്സവും ഒക്കെ ഉള്ളതുകൊണ്ടൊക്കെ ഈ സമീപവാസികളുമായി വേണ്ടത്ര രീതിയിലുള്ള ഇടപെടലൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ 3 പേരാണ് താമസിക്കുന്നതെന്ന് ഇവർക്ക് അറിയാമായിരുന്നു. 10 മാസം മുൻപാണ് കോഴിക്കോട് നിന്ന് ട്രാൻസ്ഫറായി മനീഷ് വിജയ് ഇവിടെ കൊച്ചിയിലേക്ക് അഡീഷണൽ കമ്മീഷണറായി എത്തുന്നത്. പിന്നീടാണ് നാട്ടിൽ നിന്ന് സഹോദരിയും അമ്മയും ഇദ്ദേഹത്തിനൊപ്പം വന്ന് താമസിക്കുകയും ചെയ്തത്. ഈ വീടിൻ്റെ മുൻവശത്ത് പ്രായമായ ഒരു അമ്മയെ കാണാറുണ്ടായിരുന്നു, ഒരു സ്ത്രീയെ കാണാറുണ്ടായിരുന്നു. ഒക്കെ നാട്ടുകാരിൽ നിന്നും ഒപ്പം തന്നെ സഹപ്രവർത്തകരിൽ നിന്നും ഒക്കെ പോലീസിന് വിവരം ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 3 മൃതദേഹങ്ങൾ വീട്ടിലുണ്ടാകാമെന്ന നിഗമനത്തിൽ പോലീസ് പിന്നീട് പരിശോധന നടത്തിയത്. അങ്ങനെയാണ് അമ്മയുടെ മൃതദേഹം കൂടി കണ്ടെത്തിയത്. ഇനിയിപ്പോൾ വിദേശത്തുള്ള സഹോദരി എത്തണം. ഒപ്പം തന്നെ ഇന്ന് രാവിലെ ഇൻക്വസ്റ്റ് നടപടികൾ നടത്തും. കാരണം ഇന്നലെ പകൽ, അതായത് സൂര്യാസ്തമയത്തിന് ശേഷം ഇൻക്വസ്റ്റ് നടപടികൾ നടത്താൻ പാടില്ല എന്നുള്ളതാണ് ചട്ടം. അതുകൊണ്ട് തന്നെ ഇന്നലെ ഇൻക്വസ്റ്റ് നടത്താൻ കഴിഞ്ഞില്ല. പ്രാഥമിക പരിശോധന നടത്തി മൃതദേഹങ്ങൾ കളമശ്ശേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ഇന്നാകും വിശദമായ ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുക. ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളിലും പോലീസ് ഇന്ന് തീരുമാനമെടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഏറെ ദുഃഖകരമായ ഒരു വിവരം തന്നെയായിരുന്നു ഇന്നലെ വന്നത്. ഒരു കുടുംബം ഒട്ടാകെ ആത്മഹത്യ ചെയ്തു എന്നാണ് കരുതുന്നത്. അതിൽ പോലീസ് കൂടുതൽ സ്ഥിരീകരണത്തിലേക്കൊക്കെ കടക്കേണ്ടതുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക് വരികയാണെങ്കിൽ സൈഫുനിസ, ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടി അത് ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലേക്ക് കൂടുതൽ നിക്ഷേപങ്ങൾ കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യം. അപ്പോൾ എന്തൊക്കെയാണ് കാര്യപരിപാടികൾ, എപ്പോഴായിരിക്കും? റോഷ്നി, ഇന്ന് രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ ഇൻവെസ്റ്റ് കേരള ഉദ്ഘാടനം ചെയ്യുന്നത്. കേരളത്തിലേക്ക് നിക്ഷേപങ്ങൾ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി എല്ലാ വർഷവും ഈ നിക്ഷേപ സംഗമം സർക്കാർ നടത്താറുണ്ട്. ആ രീതിയിലുള്ള ഒരു പരിപാടി തന്നെയാണ് ഈ ഇൻവെസ്റ്റ് കേരളയും. പക്ഷെ കുറച്ചുകൂടി വിപുലമായാണ് ഇത്തവണ നടത്തുന്നത്. പ്രതിപക്ഷത്തിൻ്റെ അടക്കം ഒരു സഹകരണം കൂടി ഉണ്ട് എന്നുള്ളതാണ് ഒരു ആശാവഹമായ കാര്യം. ഒപ്പം തന്നെ വിദേശത്തും ഇന്ത്യയിലും വിദേശത്തുമുള്ള നിരവധി നിക്ഷേപകർ ഈ പരിപാടിയിൽ പങ്കെടുക്കും. ഹയാത്ത് കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത്. 2 ദിവസം നീളുന്ന പരിപാടിയാണ്. വ്യവസായ വകുപ്പിൻ്റെ നേതൃത്വത്തിലാണ് പരിപാടി നടത്തുന്നത്. എന്തായാലും നിരവധി പേരുടെ പ്രതികരണങ്ങളും കാഴ്ചപ്പാടുകളും എല്ലാം തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു പരിപാടി കൂടിയാണ് നിക്ഷേപ സംഗമം എന്നുള്ളത് തീർച്ചയാണ്. കേരളത്തിന് അഭിമാനിക്കാവുന്ന ഒരു പരിപാടി കൂടി ആയിരിക്കും ഇതെന്നുള്ളത് തീർച്ചയാണ്. കാരണം നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്ന് സംസ്ഥാന സർക്കാർ പറയുകയും അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ എടുത്തു കാണിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വിദേശത്തും ഒപ്പം തന്നെ ഇതര സംസ്ഥാനങ്ങളിലുള്ള നിക്ഷേപകരെല്ലാം സ്വാഗതം ചെയ്തുകൊണ്ട് കേരളം ഇങ്ങനൊരു പരിപാടി നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിന് വലിയ സ്വീകാര്യത ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുകയാണ്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് രാവിലെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. റോഷ്നി, യെസ്, മറ്റൊന്ന് സൈഫുനിസ, ഈ മുസ്ലിം വിരുദ്ധ പരാമർശത്തിൽ ഈ PC ജോർജിൻ്റെ ജാമ്യാപേക്ഷയിൽ വിധി ഇന്നാണല്ലേ? ഈ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് വിധി പറയുക. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രൂക്ഷമായ വിമർശനം PC ജോർജിനെതിരെ ഹൈക്കോടതി ഉന്നയിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഇന്ന് എന്തായാലും ജാമ്യം കിട്ടുമോ? അതുവരെയാണ് നമുക്ക് അറിയേണ്ടത്. എന്തായാലും ഹൈക്കോടതിയാണ് PC ജോർജിൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത്. ചാനൽ ചർച്ചകളിലൂടെ വന്ന് മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തി എന്നുള്ളതാണ് കേസ്. നേരത്തെ PC ജോർജ് ഒളിവിൽ പോവുകയൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷമാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോയത്. എന്നാലും അറസ്റ്റ് നടപടികളിലേക്ക് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമുണ്ടായ ശേഷം അറസ്റ്റ് നടപടികൾ ആലോചിക്കാമെന്ന തീരുമാനത്തിലാണ് പോലീസ് ഉള്ളത്. സാധാരണഗതിയിൽ ഒരാൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി കഴിഞ്ഞാൽ മറ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കാറില്ല. അത് PC ജോർജിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയാണ് എങ്കിൽ PC ജോർജിൻ്റെ അറസ്റ്റിലേക്ക് പോലീസ് ഉടനടി കടക്കുകയും ചെയ്യും. എന്തായാലും ഇന്ന് നിർണായകമാണ് PC ജോർജിന്റെ കാര്യത്തിൽ. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ആണ് വിധി പറയുകയും ചെയ്യുന്നത്. ശരി, സൈഫുനിസ അലിയാരാണ് വാർത്തകൾ പങ്കുവച്ചത്. അപ്പോൾ ശരി സൈഫുനിസ, നമുക്ക് വീണ്ടും വാർത്തകളുമായി കാണാം.